ഹീജു ഈ സമയം വീട്ടിലെത്തിയിരുന്നു. കുളിച്ച് ഫ്രഷായ ശേഷം നെറ്റിയിലും കഴുത്തിലുമൊക്കെ ഉണ്ടായ ചെറിയ മുറിവുകളിൽ അവൾ ബാൻഡേജ് ഒട്ടിക്കുന്നു. അതിനുശേഷം ചോറ് റെഡിയാക്കി അത് കഴിക്കാൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സാവൻ അവിടെ എത്തിയത്. അവൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് അവന് ശരിക്കും ശ്വാസം നേരെ വീണത്. പക്ഷെ അവനത് പ്രകടിപ്പിക്കാതെ നീ ജീവനോടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് ചെന്നത്. ഡൈനിങ് ടേബിളിനടുത്ത് അവൾ ഫുഡ് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ട് അവൻ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നു. അവൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവൾ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി ഒരു കോൾ തനിക്ക് വന്നതിനെ പറ്റി അവൻ അവളോട് പറയുന്നുണ്ട്. എന്തോ തമാശ പറയുന്നത് പോലെയാണ് അവൻ അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളുടെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നു. അവൾ അമ്മയ്ക്കൊപ്പം ഡിന്നർ കഴിച്ചു എന്നായിരുന്നല്ലോ അവൻ അറിഞ്ഞിരുന്നത്. എന്നിട്ടും വീണ്ടും ഫുഡ് റെഡിയാക്കിയത് എന്താണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നോടേ അല്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് അവൻ്റെ അസിസ്റ്റന്റ് ദോജയെ വിളിച്ചിട്ട് ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ല, 10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ ട്രേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞത്. ഹീജു അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹ്യോക്ജിനും അവന് മെസ്സേജ് അയക്കുന്നുണ്ട്. വോയിസ് ചേഞ്ച് ആക്കിയാണ് സംസാരിച്ചതെങ്കിലും വിളിച്ചത് ഒരാണാണ് എന്ന് ഉറപ്പാണ് എന്ന് സാവോൻ പറയുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ സമയത്ത് ഹീജു വേഗം വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഹീജു ഇന്ന് സേഫ് ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് അവളുടെ സേഫ്റ്റി ഒരു പ്രശ്നമാവണ്ട എന്ന് കരുതി അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ടീമിനെ അറേഞ്ച് ചെയ്യാൻ സാവൻ ദോജയെ ഏൽപ്പിക്കുന്നു. അവൾ തന്റെ ഭാര്യയാണ് എന്നുള്ള വിവരം മറ്റാരും അറിയാതെ വേണം പ്രൊട്ടക്ഷൻ നൽകാനെന്നും അവൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫോൺ വെച്ച ശേഷം അവൻ തിരികെ ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോഴേക്കും ഹീജു ഫുഡൊക്കെ കഴിച്ച ശേഷം പാത്രം കഴുകുകയാണ്. അവളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, ഇവിടെ വന്നിരിക്കാൻ അവൻ പറഞ്ഞെങ്കിലും അവൾ അത് കേൾക്കാത്ത മട്ടിൽ നിൽക്കുന്നു. അവസാനം അവൻ അങ്ങോട്ടേക്ക് ചെന്ന് പൈപ്പ് ഓഫ് ചെയ്ത ശേഷം അടുത്ത ദിവസം വൈകിട്ട് 6 മണിക്ക് ബ്രിട്ടീഷ് എംബസിയിൽ വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് പോവാൻ 5 മണി ആകുമ്പോഴേക്കും റെഡിയായി നിൽക്കണം. അവളെ പിക്ക് ചെയ്യാനായിട്ട് ആളെ അയക്കാമെന്ന് പറയുന്നു. ഞാൻ എന്തിനാണ് വരുന്നത് എന്ന മട്ടിൽ അവൾ അവനെ നോക്കുന്നുണ്ട്. ഇത് കപ്പിൾസിന് വേണ്ടിയുള്ള ഈവൻ്റ് ഒന്നുമല്ല. ബ്രിട്ടീഷ് അംബാസിഡർ നാളെ അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫിന് ചെവി കേൾക്കില്ല. അവരുമായി സംസാരിക്കുന്നതിന് ഒരു സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിറ്റർ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അല്ലെങ്കിലും കപ്പിൾ ഈവൻറ്റിനൊന്നും നീ എന്നെ കൊണ്ടുപോകില്ല എന്ന് എനിക്കറിയാവുന്ന മട്ടിൽ അവൾ വീണ്ടും പാത്രം കഴുകാൻ തുടങ്ങുന്നുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയ സമയത്ത് അവളുടെ ഫോണിലേക്ക് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൾ ഫോൺ എടുക്കാത്തത് കാരണം അമ്മ അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. സാവോൻ അവളെ അന്വേഷിച്ച് വിളിച്ചിരുന്നതിനെ പറ്റി അവർ പറയുന്നുണ്ട്. അവൻ വിളിച്ച സമയത്ത് നീ എൻ്റെ ഒപ്പം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡിന്നർ കഴിച്ചിട്ട് നിന്നെ തിരികെ വീട്ടിലേക്ക് അയക്കുമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ വന്നു കഴിയുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണമെന്നാണ് അമ്മ മെസ്സേജ് അയച്ചത്. അവൾ റിപ്ലൈ നൽകുന്നതിനാൽ അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുന്നുണ്ട്. ഇത്തവണ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എടുക്കാൻ ഇനി 1 മാസം കൂടിയേ ബാക്കിയുള്ളൂ. നിനക്ക് ആ സമയത്തൊന്നും ആളുകളുടെ മുന്നിൽ എത്തേണ്ട ആവശ്യം വരില്ലായിരിക്കാം. എന്നാലും ഒന്ന് തയ്യാറെടുത്തിരുന്നോണം. അതുകൊണ്ട് നാളെ മുതൽ പ്ലാസ്റ്റിക് സർജനെയും ഡെർമറ്റോളജിസ്റ്റിനെയും ഒക്കെ പോയി കണ്ട് നിന്റെ സ്കിൻ നന്നായി കെയർ ചെയ്യണം. അതേപോലെ തന്നെ നീ എന്ന് മുതലാണ് ക്ലിനിക്കിലേക്ക് പോവാതെ ആയത്? നിന്നോട് സ്ഥിരമായി അവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. അതുകൊണ്ടാണ് നീ ഇതുവരെയായിട്ടും പ്രഗ്നന്റ് ആവാത്തത്. നാളെ മുതൽ അവിടെയും പോകാൻ റെഡി ആയിക്കോണം. ഞാൻ നിനക്കുള്ള മരുന്നുകൾ കൊടുത്തയക്കാം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അത്രയും ആയപ്പോഴേക്കും ഹീജുവിന്റെ ക്ഷമ നശിക്കുന്നതിനാൽ അവൾ ഫോൺ എടുത്ത് തലയണയുടെ കീഴിലേക്ക് വെച്ചിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്ന കലണ്ടറിൽ ഒരു ഡേറ്റ് മാർക്ക് ചെയ്യുന്നു. അവരുടെ വെഡ്ഡിംഗ് ഡേറ്റ് ആണ് അവൾ മാർക്ക് ചെയ്തത്. അവരുടെ വിവാഹ ദിവസത്തെ പറ്റിയും അവൾ അപ്പോൾ ഓർക്കുന്നുണ്ട്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ വിവാഹം നടന്നത്. ബ്രൈഡായി ഒരുങ്ങിയിരുന്ന അവളുടെ അടുത്തേക്ക് എത്തിയ സാവോൺ, ഇത് ശരിക്കും നിന്റെ സ്ഥാനമല്ല, നീ മറ്റൊരാൾക്ക് പകരക്കാരിയായി എത്തിയതാണ്. അതുകൊണ്ട് ഇതൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല. ഇതെല്ലാം ഊരിക്കളയാൻ അവളോട് ആവശ്യപ്പെടുന്നു. ഹീജു അത് കേട്ട് ആദ്യം ആകെ സംശയിച്ചിരിക്കുന്നുണ്ട്. വിവാഹം വളരെ രഹസ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നീ എൻ്റെ ഭാര്യയായി അഭിനയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നവൻ പറഞ്ഞപ്പോൾ അവൾ വധുവിൻ്റെ വേഷവും ആഭരണങ്ങളും ഒക്കെ ഊരി അറിയാൻ തുടങ്ങുന്നു. അവസാനം ആ ഡ്രസ്സ് വരെ അവൾ അവിടെ നിന്ന് ഊരി കളയാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് അവൻ തൻ്റെ കോട്ട് ഊരി അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് നീ ഡ്രസ്സില്ലാതെയാണ് ഇവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. അതിനുശേഷം അവനൊരു കോൺട്രാക്ട് എടുത്ത് അവളെ കാണിക്കുന്നുണ്ട്. അവൾ അവിടെ ഇരുന്നത് വായിക്കാൻ തുടങ്ങിയപ്പോൾ നീ ഇത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. വധുവിന് ഡിവോഴ്സ് ആവശ്യപ്പെടാനുള്ള അവകാശമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, ഇലക്ഷന്റെ സമയത്ത് ഒരിക്കലും ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാനേ പാടില്ല. മൂന്നാമതായി, എൻ്റെ ഭാര്യയാണ് എന്നുള്ള വിവരം നീ ഒരിക്കലും പബ്ലിക്കായി അനൗൺസ് ചെയ്യാനോ ആ രീതിയിൽ പെരുമാറാനോ ഒന്നും പാടില്ല. ഈ 3 കണ്ടീഷനുകളിൽ ഏതെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ 2 ബില്യൺ വൺ നഷ്ടപരിഹാരമായി നീ നൽകേണ്ടി വരും എന്നൊക്കെ അവൻ പറയുന്നു. അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. അത് വാങ്ങി വെച്ച ശേഷം അവൻ അവളോട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. 2-3 തവണ പറഞ്ഞിട്ടും അവൾക്ക് അതനുസരിക്കാൻ ഉദ്ദേശമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് ഒരു മോതിരമെടുത്ത് അവളുടെ വിരലിൽ അണിയിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു അവരുടെ വിവാഹ ചടങ്ങുകൾ. വിവാഹം നടന്നതുകൊണ്ട് ശരിക്കും നമ്മൾ വിവാഹിതരാണ് എന്നൊന്നും നീ തെറ്റിദ്ധരിക്കേണ്ട. നീ എൻ്റെ ഒരു ഹോസ്റ്റേജ് മാത്രമായിരിക്കും എന്നുകൂടി അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷങ്ങളായിട്ടും അവൻ്റെ ഭാര്യ ആരാണ് എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതിനെപ്പറ്റിയുള്ള വാർത്തയൊക്കെ അവൾ ഈ സമയത്തെടുത്ത് നോക്കുന്നുണ്ട്.
അന്നത്തെ സംഭവം കാരണം ഹീജുവിന് സാവണിനോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. പക്ഷെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അവൾക്കത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ. ആ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം അവൾ ജോലിക്ക് പോയ സമയത്ത് പ്രാക്ടീസ് റൂമിലിരുന്ന് വളരെ വയലൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിന്റെ സൈൻ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്താണ് അവൾ ആ ദേഷ്യം തീർത്തത്. വലിയ വോളിയത്തിൽ വീഡിയോ പ്ലേ ചെയ്തിരിക്കുന്നത് കേട്ട് അവളുടെ സീനിയർ ആയിട്ടുള്ള ജീനെ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. വെറുതെ പ്രാക്ടീസ് ചെയ്യുകയാണ് എന്ന് മാത്രം പറയുന്നു. അവൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുള്ളത് സൗണ്ടിന്റെ വീഡിയോസ് ആണ്. അതുകൊണ്ട് അത് നോക്കി പ്രാക്ടീസ് ചെയ്താൽ പോരെ, വേണമെങ്കിൽ കുറച്ച് പുതിയ വീഡിയോസ് ഞാൻ നൽകാമെന്ന് ജീനെ അവളോട് പറയുന്നുണ്ടെങ്കിലും അവന്റെ വീഡിയോസ് എനിക്ക് ആവശ്യമില്ല, എനിക്കത് മതിയായി എന്ന് അവൾ പറയുന്നു. പക്ഷെ ഹീജുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം സൗണ്ടിന്റെ ഒപ്പം വീഡിയോയിൽ കുറച്ച് സമയത്തേക്കാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണെന്ന് ജിനയ്ക്ക് അറിയാം. അവൾ അവൻ്റെ വലിയൊരു ഫാനാണ്. എന്നിട്ടെന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് ജിന അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ്റെ വീഡിയോസ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. എന്തായാലും അന്ന് വൈകിട്ട് അവൻ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ഹീജു ബ്രിട്ടീഷ് എംബസിയിൽ എത്തുന്നുണ്ട്. ആ സീനാണ് നമ്മൾ ആദ്യം കണ്ടത്. അവൾ അവൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവൻ കഴിഞ്ഞ ദിവസം അവൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ബോഡി ഗാർഡ്സിൽ ഒരാൾ അവിടെ എത്തി കുറച്ച് ലേറ്റ് ആയതിന് അവനോട് സോറി പറയുന്നുണ്ട്. അതിനുശേഷമായിരുന്നു ഹീജു അവൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് മുകളിലേക്ക് പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നല്ലോ. അംബാസിഡറും വൈഫും നിൽക്കുന്ന ഭാഗത്തേക്കാണ് അവർ പോയത്. അംബാസിഡറിന്റെ വൈഫിനോട് അവൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആംഗ്യ ഭാഷയിൽ ഹീജു ആണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അവൻ്റെ ഒപ്പം വന്നതുകൊണ്ട് അവൾ അവൻ്റെ ഭാര്യയാണ് എന്നാണ് അംബാസിഡറിന്റെ വൈഫ് കരുതിയത്. അക്കാര്യം അവർ ചോദിച്ചപ്പോൾ ഞാൻ ഭാര്യയല്ല, വെറും ഒരു ഇന്റർപ്രറ്റർ മാത്രമാണ് എന്ന് അവൾ പറയുന്നു. ഭാര്യ സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കൊണ്ട് അംബാസിഡറിനും കുറച്ച് സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. ഇത് നിന്റെ ഭാര്യയല്ലേ, നിന്റെ കൂടെ വന്നതുകൊണ്ട് നിന്റെ ഭാര്യയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇതുവരെ നിന്റെ ഭാര്യയെ നീ എങ്ങും കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ബ്രിട്ടീഷ് അംബാസിഡർ അവനോട് ചോദിക്കുന്നുണ്ട്. അവർ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് സാമോണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എൻ്റെ ഭാര്യയെ ഞാൻ ശരിക്കും കെയർ ചെയ്യുന്നതുകൊണ്ടാണ് അവളെ ഞാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോകാത്തത്. ശരിക്കും അവൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഞാനിങ്ങനെ ഒഫീഷ്യൽ ഈവൻറ്റ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പല ഭാഗത്തു നിന്നും പല ഭീഷണികളും നേരിടേണ്ടി വരാറുണ്ട്. എൻ്റെ ഭാര്യ പബ്ലിക് ഫിഗർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ സേഫ്റ്റി ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് അവളെ ഞാൻ എങ്ങും കൊണ്ടുപോകാത്തത് എന്നൊക്കെ സാമോൺ വളരെ റൊമാൻറ്റിക്കായി അവരോട് പറയുന്നു. ഹീജുവിന് ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. ഇതിനിടയിൽ ദോജെ അവൻ്റെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. തലേ ദിവസം രാത്രി വിളിച്ചതുപോലെ ഇന്നും ആ കിഡ്നാപ്പർ അവനെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും. അങ്ങനെ അവൻ്റെ കോൾ വരികയാണെങ്കിൽ 10 മിനിറ്റിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിച്ച് നിൽക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ദോജെ മെസ്സേജ് അയച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീജു ഫ്രീ ആവുന്നുണ്ടല്ലോ. ആ സമയത്ത് അവൾ കുറച്ച് വൈനൊക്കെ കഴിക്കുന്നുണ്ട്. വീണ്ടും വൈൻ കഴിക്കാൻ തുടങ്ങുന്നത് കണ്ട് സാവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തടഞ്ഞിട്ട് ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് എതിർക്കുന്നു. എൻ്റെ ജോലി കഴിഞ്ഞില്ലേ, ഇനി എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് അവൾ അപ്പോൾ ചോദിക്കുന്നു. ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അവൾ അവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവളെ അപ്പോൾ വിടാൻ അവൻ സമ്മതിക്കുന്നില്ല. ഞാൻ പോകുന്നത് വരെ ഇവിടെ എൻ്റെ ഒപ്പം തന്നെ നിന്നാൽ മതിയെന്ന് അവൻ അവളോട് പറയുന്നു. നല്ല ഹൈ ഹീൽസ് ഉള്ള ചെരുപ്പാണ് അവൾ ഇട്ടിരിക്കുന്നത്. കാല് വേദനിക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്നോളം പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ദേഷ്യത്തിൽ അവനെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് കരുതി ചെവി കേൾക്കില്ലെന്ന് നീ വിചാരിക്കരുത്. നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഫീലിങ്സ് ഒന്നും ഇല്ലെന്നാണോ നിന്റെ വിചാരം? കുറച്ച് മുമ്പ് നീ നിന്റെ ഭാര്യയെക്കുറിച്ച് അംബാസിഡറോട് പറയുന്നത് കേട്ടല്ലോ. നിന്റെ ഭാര്യ നിന്റെ വീക്ക്നെസ് ആണെന്നാണല്ലോ നീ പറഞ്ഞത്. വീക്ക്നെസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നെങ്കിലും നിനക്കറിയാമോ? ഞാൻ നിന്റെ വീക്ക്നെസ് ആയിരുന്നെങ്കിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചേനെ. പക്ഷേ നീ ഇന്നലെ അങ്ങനെയൊന്നുമല്ലല്ലോ ചെയ്തത് എന്നൊക്കെ ഹീജു വളരെ ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആംഗ്യഭാഷയിലാണല്ലോ അവൾ ഇതൊക്കെ പറയുന്നത്. കൊണ്ട് അവൾ എന്താണ് ഈ പറയുന്നതെന്ന് അവന് യാതൊരു ഐഡിയ ഇല്ല. അവസാനം അവൾ അവനെ ഒരു തെറി വിളിക്കുന്നുണ്ട്. അത് മാത്രം കണ്ടപ്പോൾ നീ എന്നെ ഇപ്പോൾ തെറി വിളിച്ചതാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നു. കുറച്ച് മുന്നോട്ട് പോയ ശേഷം തിരിഞ്ഞു നിന്ന് അല്ലെങ്കിൽ തന്നെ നീ ഇപ്പോൾ പറഞ്ഞ ഭാര്യ ഞാനായിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൾ പോയത്. പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇതെല്ലാം കണ്ടിട്ട് കിളി പോയതുപോലെ നിൽക്കുകയാണ് സാവൻ. ഹീജു നേരെ റെസ്റ്റ് റൂമിലേക്കാണ് പോയത്. സാവൻ ഈ സമയം വൈനൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. കറക്റ്റ് 10 മണിയായപ്പോൾ അവൻ്റെ ഫോണിലേക്ക് തലേ ദിവസം കിഡ്നാപ്പർ വിളിച്ച അതേ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അന്ന് കോൾ വരുമ്പോൾ അയാളെ ട്രേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് അവൻ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. നീ എൻ്റെ വൈഫിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവളെപ്പോഴും സേഫ് ആണല്ലോ, അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, നിന്റെ അറ്റംപ്റ്റ് ഫെയിലായി പോയതാണോ? ഭാവിയിൽ നീ എങ്ങനെയൊക്കെയാണ് അവളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്ന് എനിക്ക് ധാരാളം സമയമുണ്ട്, അതുകൊണ്ട് നിന്റെ പ്ലാനിനെ പറ്റിയൊക്കെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ സാമോൺ പറയുന്നു. ആദ്യം കുറച്ച് സമയം കിഡ്നാപ്പർ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും പിന്നെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. നീ പാർട്ടിയിൽ നിൽക്കുന്നത് കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ കുറച്ച് മുമ്പ് വളരെ റൊമാൻറ്റിക്കായി പെരുമാറുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ അയാളും ആ സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്നൊരു തോന്നൽ അവന് വരുന്നുണ്ട്. പക്ഷെ അവൻ ആദ്യമൊന്നും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. താനും അതേ സ്ഥലത്ത് തന്നെ അവനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ കിഡ്നാപ്പർ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ അത് വിശ്വസിക്കാതെ മട്ടിൽ തിരിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഫുഡ് ഐറ്റംസ് വരെ
അയാൾ പറയാൻ തുടങ്ങിയത്. അതോടെ അയാൾ അവിടെ തന്നെ ഉണ്ട് എന്ന് അവന് ഉറപ്പാവുന്നു. നിന്റെ ഭാര്യയെ ഭാവിയിൽ ഞാൻ എങ്ങനെയാണ് ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നല്ലേ നീ കുറച്ച് മുമ്പ് ചോദിച്ചത്. ഇപ്പോൾ ഞാൻ അതിന്റെ ഉത്തരം നൽകാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ സാവോൺ ശരിക്കും ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഹീജു ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് അവൻ അറിയില്ല. അവൻ അപ്പോൾ മുതൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഹീജുവിനെ അവിടെയൊക്കെ തിരയാൻ തുടങ്ങുന്നുണ്ട്. അവനെ നേരിട്ട് കണ്ടു സംസാരിക്കുന്നത് പോലെയാണ് കിഡ്നാപ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് മുകളിലത്തെ നിലയിൽ നിൽക്കുന്ന ഒരാൾ തന്നെ നോക്കി സംസാരിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് നടക്കുന്നത് സാവോൺ കണ്ടത്. അയാളായിരിക്കും ഈ ഫോൺ വിളിക്കുന്നത് എന്ന് കരുതി അവൻ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അയാൾ റെസ്റ്റ് റൂമിലേക്ക് കയറി പോകുന്നത് കൊണ്ട് അവനും പിന്നാലെ ചെല്ലുന്നുണ്ട്. അയാൾ കയറിയ റൂമിൻ്റെ ഡോറൊക്കെ ചവിട്ടി തുറന്ന് അയാളുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി അവൻ നോക്കുന്നു. പക്ഷേ മറ്റേതോ പെൺകുട്ടിയുമായിട്ടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അബദ്ധം പറ്റിയതാണ് എന്ന് മനസ്സിലാക്കി അവൻ സോറി പറഞ്ഞുകൊണ്ട് ഫോൺ തിരികെ നൽകിയിട്ട് വീണ്ടും പുറത്തേക്ക് നടക്കുന്നു. ഈ സമയത്തൊക്കെ കിഡ്നാപ്പർ ലൈനിലുണ്ട്. അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കണ്ടതുപോലെ അയാൾ അവനെ കളിയാക്കി സംസാരിക്കുന്നു. സാവൻ അപ്പോഴും അയാളെയും ഹീജുവിനെയും ഒക്കെ തിരയുന്നത് പോലെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നിനക്ക് എൻ്റെ ഭാര്യ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യ ആരാണെന്ന് അതിന് നിനക്ക് അറിയാമോ എന്ന് അവൻ ചോദിക്കുകയും ചെയ്യുന്നു. നീ പറയുന്നത് ശരിയാണ്. ശരിക്കും ഹീജു അല്ല നിന്റെ വൈഫ്. നീ ശരിക്കും വിവാഹം കഴിക്കേണ്ടിയിരുന്ന അവളുടെ ചേച്ചിയായ ഇനയാണ് നിന്റെ ശരിക്കുള്ള വൈഫ് എന്ന് എനിക്കറിയാം. അവൾ വിവാഹത്തിൻ്റെ തലേ ദിവസം എങ്ങോട്ടോ ഓടിപ്പോയതുകൊണ്ടാണ് അവൾക്ക് പകരം നിനക്ക് അവളുടെ അനിയത്തിയായ ഹീജുവിനെ കെട്ടേണ്ടി വന്നത്. ഇന എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെയും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നീ അവളെ വിവാഹം കഴിച്ചത് എന്ന് എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ കിഡ്നാപ്പർ പറയുന്നു. ഇപ്പോൾ സാവൺ ശരിക്കും ഷോക്കായിരിക്കുകയാണ്. കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാമെന്ന വലിയൊരു സീക്രറ്റിനെ പറ്റിയാണ് ഈ കിഡ്നാപ്പർ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹിജുവിൻ്റെ സേഫ്റ്റി ഓർത്ത് അവന് വല്ലാതെ ടെൻഷൻ ഉണ്ടാവുന്നു. ഇത്രയും നേരം കിഡ്നാപ്പറെ കളയാക്കുന്ന രീതിയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കുറച്ച് പേടിയോടെ തന്നെ എന്താണ് അയാളുടെ ആവശ്യമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കിഡ്നാപ്പർ തൻ്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് അവനോട് പറയാൻ തുടങ്ങുന്നു. ഹീജുവിനെ അവൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് അവൻ ആദ്യം വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇനിയെ തന്നെ അവൻ വിവാഹം കഴിക്കണം. എന്തായാലും ഹീജുവിന് അവൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് അവളെ എങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് കിഡ്നാപ്പർ ചോദിക്കുന്നു. ഇനിയാണ് ആരാണ് കിഡ്നാപ്പറുടെ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ കാണുന്നത്. ശരിക്കും അവനോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹീജു ആണ്. തലേന്ന് കിഡ്നാപ്പർ അവളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഇനി അവളെ കൊന്ന ശേഷം മാത്രം തൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് സാവോൺ കോൾ കട്ട് ചെയ്തിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിലെത്തിയിരുന്നു. അത്രയും കാലം സംസാരിക്കാതിരുന്ന അവൾ അപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. സാവോണിനെ തിരിച്ചു വിളിക്കാൻ അവൾ കിഡ്നാപ്പറോട് ആവശ്യപ്പെടുന്നു. മിണ്ടാൻ കഴിയാത്ത അവൾ പെട്ടെന്ന് മിണ്ടുന്നത് കണ്ടപ്പോൾ കിഡ്നാപ്പർ പോലും അമ്പരക്കുന്നുണ്ട്. അയാൾ അങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് കണ്ട് അവൾ തന്നെയാണ് അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് സാവോണിന്റെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചത്. പക്ഷേ കുറേ തവണ ബെല്ലടിച്ചിട്ടും അവൻ കോൾ എടുക്കാൻ തയ്യാറാവുന്നില്ല. അതും കൂടി ആയപ്പോഴേക്കും അവൾക്ക് ആകെ ഭ്രാന്ത് കയറിയതുപോലെ ആവുന്നു. അങ്ങനെയാണ് അവൾ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ചതും അതിനുശേഷം ആക്സിഡന്റ് ഉണ്ടായതും. റോഡിൽ ഒരിടത്ത് ഇടിച്ചായിരുന്നല്ലോ വണ്ടി നിന്നത്. അതിനുശേഷം അവൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും കിഡ്നാപ്പറുടെ ബോധം പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ഫോൺ വണ്ടിയിൽ കിടക്കുന്നത് അവൾ കണ്ടത്. അങ്ങനെ അവൾ അതെടുത്ത് കൈവശം വയ്ക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ അയാളാണ് എന്ന രീതിയിൽ സാവോണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ സമയത്ത് സാവോൺ അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച കോൺട്രാക്ട് പ്രകാരം അവൾക്ക് അങ്ങോട്ട് ഡിവോഴ്സ് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു രീതിയിലൂടെ അവൾ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നത്. നടക്കാൻ പോകുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അവൻ്റെ പേഴ്സണൽ വിവരങ്ങൾ പുറത്തറിഞ്ഞ് അത് വലിയൊരു പ്രശ്നമാവണ്ട എന്നുണ്ടെങ്കിൽ ഹീജുവുമായിട്ടുള്ള വിവാഹം ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവൾ അവനെ ഭീഷണിപ്പെടുത്തുന്നു. 10 മിനിറ്റിൽ കൂടുതൽ സമയം ഫോണിൽ സംസാരിച്ചാൽ കോൾ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അവൾക്കും അറിയാമല്ലോ. അതുകൊണ്ട് അവളുടെ ശരിക്കുള്ള ഫോണിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവൾ ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം കഴിയാറാവുന്നത് കണ്ട് നിനക്ക് ആലോചിക്കാൻ നാളെ വരെ സമയമുണ്ട്. നാളെ വിളിക്കുമ്പോൾ നിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ മതി. അവളെ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ 2 ബില്യൺ റെഡിയാക്കി കൊള്ളാൻ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിലും അവൻ അതിനെ സമ്മതിക്കാത്ത രീതിയിൽ ഞാൻ ഹീജുവിനെ ഡിവോഴ്സ് ചെയ്യുന്നതും നീയുമായിട്ട് എന്താണ് ബന്ധം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെപ്പോലെ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ന്യൂസുകളൊക്കെ ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വളരെ കുറച്ച് സമയം മാത്രം മതി. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭീഷണി നീ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തിനാണ് അതിനെ പേടിക്കുന്നത്? നിന്നെപ്പോലെ ഒരുത്തനെ പേടിച്ചിട്ട് ഞാൻ എന്തിനാണ് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നൊക്കെ അവൻ തിരിച്ച് ചോദിക്കുന്നു. ഇപ്പോൾ ആകെ പെട്ടുപോയത് ഹീജു ആണ്. ആദ്യം അവൾക്ക് എന്ത് പറയണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നോർത്ത് അവൾ ആദ്യം ഒന്ന് സംശയിക്കുന്നുണ്ട്. അവൻ ഹീജുവിനെ നന്നായി കെയർ ചെയ്യുന്ന രീതിയിലാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. നീ ഇത്ര വിലപിടിപ്പുള്ളതായി കരുതുന്ന നിന്റെ ഭാര്യയ്ക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? ഇന്നലെ അവൾ മരിക്കേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെ അവളുടെ കാറുമായി അവളെ കിഡ്നാപ്പ് ചെയ്തു. അവളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു. എൻ്റെ കത്തി കൊണ്ട് അവളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി. അങ്ങനെ ഞാൻ ശരിക്കും അവളെ കൊല്ലേണ്ടതായിരുന്നു. എത്രമാത്രം പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതെന്ന് നിനക്കറിയാമോ? പക്ഷേ ഏറ്റവും വലിയ നിസ്സഹായത എന്താണെന്ന് അറിയാമോ? ഇത്രയൊക്കെ പേടിച്ച് വിറച്ചിട്ടും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് സ്വന്തം ജീവന് വേണ്ടി ഒന്ന് അപേക്ഷിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല.
അതിൻ്റെ കൂട്ടത്തിലാണ് അവൾ ചത്തു കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞ് നീ ഫോൺ വെച്ചത്. ശരിക്കും അവൾ ഇന്നലെ ചാവേണ്ടതായിരുന്നു. റോഡിൽ നല്ല വഴുക്കലുണ്ടായിരുന്നതുകൊണ്ട് വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്തു എന്നൊക്കെ ഹിജു വളരെ ഇമോഷണലായി പറയുന്നു. സാവോണും ഈ സമയത്ത് വളരെ ഇമോഷണലായി കഴിഞ്ഞിരുന്നു. അവൻ ദേഷ്യം സഹിക്കാൻ വയ്യാത്തതുപോലെ എവിടെയോ ഇടിക്കുന്ന ഒരു സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. ശരിക്കും അവൻ നിന്നിരുന്നതിൻ്റെ മുന്നിലത്തെ ഭിത്തിയിൽ അവൻ തൻ്റെ കൈ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഇടിച്ചതായിരുന്നു. ആ ഇടിയുടെ ശക്തി കൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞ് ചോരയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നിന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ നീ മറന്നേക്ക്. എന്തായാലും ഞാൻ നിന്നെ പിടിച്ചിരിക്കും എന്ന് സാവോൺ വളരെ ദേഷ്യത്തിൽ അവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും 10 മിനിറ്റ് ആയതിൻ്റെ ടൈമർ അടിക്കുന്നതിനാൽ ഹീജു പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നു. ഇത്രയും നേരം കിഡ്നാപ്പർ ആണ് എന്ന രീതിയിൽ അവനോട് സംസാരിക്കാൻ വേണ്ടി അവൾ വളരെയധികം എഫേർട്ട് ഇട്ടിരുന്നു. ഇപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞ് കോൾ വെച്ചത് കാരണം അവൾ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് താനാണോ അതോ അവനാണോ എന്നറിയാതെ അവൾ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.